നഗരപാലിക ആക്റ്റും ആൾമോസ്റ്റ് ഇതുപോലെയാണ് പറയുന്നത്. അതുകൊണ്ട് അവിടെ ഞാൻ ഈ കാര്യങ്ങൾ പറയാം. നഗരപാലിക ആക്റ്റിലും ഇതേപോലെ പ്രൊവിഷനുണ്ട്. 243 അതിൽ 1-2 കാര്യങ്ങൾ ഡിഫറൻസ് ആയിരിക്കും. നഗരപാലിക ആക്ട് 1992 12th ഷെഡ്യൂള്, ഭരണഘടനയിൽ 12ാം ഷെഡ്യൂള്, 74th അമെൻമെൻറ്റ് 1992. അതിൽ പറയുന്നത് 243Pയിൽ തുടങ്ങി 243Z G, അത് ഒരു ടൗൺ ഏരിയയിൽ, സിറ്റി ഏരിയയിൽ ഭരണം നടത്താൻ, ടൗൺ ഏരിയ സിറ്റി ഏരിയയിൽ ഭരണം നടത്താൻ നോർമലി ഒരു സിറ്റി കോർപ്പറേഷൻ രൂപീകരിക്കാൻ മിനിമം എത്ര ആളുകൾ വേണം? മിനിമം നഗരപാലിക ആക്ടിൻ്റെ പ്രൊവിഷൻ അനുസരിച്ച് നോട്ട് ലെസ് ദാൻ 3 lakhs. അതുകൊണ്ട് 3 lakhs ഉള്ള സ്ഥലത്തിലെല്ലാം സിറ്റി വയ്ക്കണമെന്ന് നിർബന്ധമില്ല. ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ if an area, a town area reaches a population of more than 3 lakhs, it can be converted into a corporation area. കേരളത്തിൽ മെട്രോ കോർപ്പറേഷന് ഡൽഹി, മുംബൈ, കൽക്കട്ട, ചെന്നൈ, ബാംഗ്ലൂർ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ 50 ലക്ഷത്തിലേറെ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ മെട്രോ കോർപ്പറേഷൻ വയ്ക്കാം. ആ മെട്രോ കോർപ്പറേഷൻ്റെ സ്ട്രക്ചർ തന്നെയാണ് കേരളത്തിൽ നമ്മൾ നടപ്പാക്കിയിരിക്കുന്നത്. ദ മേയർ, then the commissioner, then the municipal council, corporation council, then the ward committees. വാർഡ് കമ്മിറ്റീസ് എല്ലാം മെട്രോ കോർപ്പറേഷനിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ്. ഒരു 3 വാർഡുകൾ 4 വാർഡുകളെ ചേർത്ത് ഒരു കമ്മിറ്റി വയ്ക്കുക, അവിടുത്തെ ഭരണം ലോക്കലായിട്ട് റീജിയണൽ ഓഫീസിന് കൊടുക്കുക. ഇതെല്ലാം മെട്രോ കോർപ്പറേഷനിൽ ആപ്ലിക്കബിൾ ആവുന്നതാണ്. എങ്കിൽ അത് തന്നെ 8 ഏജൻസീസ് ഉണ്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കിടപ്പുണ്ട്. പഞ്ചായത്ത് രാജ്, മുനിസിപ്പൽ കോർപ്പറേഷൻ, ടൗൺ ഏരിയയിൽ ഭരണം നടത്താൻ 8 തരത്തിലുള്ള ഏജൻസികൾ ഇന്ത്യയിൽ ഇപ്പോഴുണ്ട്. പോർട്ട് ട്രസ്റ്റ് പലപ്പോഴും ചോദിച്ച ക്വസ്റ്റ്യനാണ്. കണ്ടോൺമെൻറ്റ് ഏരിയ കമ്മിറ്റി, കണ്ടോൺമെൻറ്റ് ഏരിയ കമ്മിറ്റി, കണ്ടോൺമെൻറ്റ് ബോർഡ്. മിലിറ്ററി റീജിയനിൽ മിലിറ്ററി ഓഫീസ്, മിലിറ്ററി കണ്ടോൺമെൻ്റ് ഉള്ള സ്ഥലത്തിൽ മുനിസിപ്പൽ മുനിസിപ്പൽ ഭരണം നടത്താൻ ദർ ഈസ് എ സെപ്പറേറ്റ് ബോഡി. അതിനെ കണ്ടോൺമെൻറ്റ് ബോർഡെന്ന് വിളിക്കും. അത് തന്നെ 3 തരത്തിലുണ്ട്. ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 ബോർഡുകൾ. ഇതാ ട്രിവാൻഡ്രത്തിൽ പാങ്ങോട് റീജിയനിൽ ദർ ഈസ് എ കണ്ടോൺമെൻറ്റ് ബോർഡ്. അതിനവരൊരു മാനദണ്ഡം വെച്ചിട്ടുണ്ട്, മെഷറിംഗ് റോഡ്. ഒരു കണ്ടോൺമെൻറ്റ് റീജിയനിൽ മിലിറ്ററിയുടെ പേഴ്സണലുണ്ട്, സോൾജേഴ്സ്, അവരുടെ ഫാമിലീസ് എല്ലാം താമസിക്കുന്ന ഏരിയ, ചുറ്റിലുമുള്ള പ്രദേശങ്ങളിൽ സിവിലിയൻ പോപ്പുലേഷന് അപ് ടു 2500 ആണെങ്കിൽ അവിടെ കണ്ടോൺമെൻറ്റ് ബോർഡ് ക്ലാസ് 3 വയ്ക്കാം. 2500 അതിൻ്റെ അപ് ടു 10,000 പോപ്പുലേഷൻ ആണെങ്കിൽ കണ്ടോൺമെൻറ്റ് ബോർഡ് 2 വയ്ക്കാം. എബോവ് 10,000 സിവിലിയൻ പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ കണ്ടോൺമെൻറ്റ് ബോർഡ് ക്ലാസ് 1 വയ്ക്കാം. അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ട്. പോർട്ട് ട്രസ്റ്റ്, ടൗൺഷിപ്പ്, മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷന്, ഇങ്ങനെ വെറൈറ്റീസ് ഓഫ് ഏജൻസീസ് ഉണ്ട്. അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. ഇൻ വിച്ച് കാറ്റഗറി യു ക്യാൻ ഇൻക്ലൂഡ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്? പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, സിറ്റി ഇംപ്രൂവ്മെൻറ്റ് ട്രസ്റ്റ്, സിറ്റി ഇലക്ട്രിസിറ്റി ബോർഡ്, ഇങ്ങനെയെല്ലാം വയ്ക്കാറുണ്ട് ചില പ്രദേശങ്ങളിൽ. ട്രാൻസ്പോർട്ടേഷന്, ഇതിനെയെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് സിംഗിൾ പർപ്പസ് ഏജൻസി. അവർ വേറെ ഒരു കാര്യവും ചെയ്യേണ്ട. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ജോലി എന്താണ്? ഒരു പ്രദേശത്തിൽ പൊല്യൂഷൻ ഫ്രം എയർ പൊല്യൂഷൻ ഓർ വാട്ടർ പൊല്യൂഷൻ, അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ വരുമ്പോൾ അതിനെ തടയാനുള്ള വഴികൾ ആരാഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിന് റിപ്പോർട്ട് നൽകുകയും നടപടി ചെയ്യും. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളെല്ലാം വളരെ ടിക്ലിഷ് ആയിട്ടുള്ള ഇതെല്ലാം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് മെയിൻസിലും ചോദിക്കാം, പ്രിലിംസിലും ചോദിക്കാം. എനിവേ, ഇതിൻ്റെ നഗരപാലിക ആക്ടിന് ഹൗ മെനി സബ്ജക്ട്സ് ആർ ഗിവൺ? നഗരപാലിക ആക്ട് മുനിസിപ്പാലിറ്റി പ്രവർത്തിക്കാൻ, കോർപ്പറേഷൻ പ്രവർത്തിക്കാൻ എത്ര കാര്യങ്ങളിൽ അധികാരം കൊടുത്തിട്ടുണ്ട്? 18 സബ്ജക്ട്സ്. പഞ്ചായത്തിന് 29, മുനിസിപ്പാലിറ്റിക്ക് 18 കാര്യം. ആ ലോക്കൽ ഏരിയ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ റോഡ്സ്, ബ്രിഡ്ജസ്, വാട്ടർ സപ്ലൈ, വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഫയർ സർവീസസ്, അർബൻ ഫോറസ്ട്രി, സേഫ് ഗാർഡിങ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ വീക്കർ സെക്ഷൻസ്,
slum improvement and upgradation, urban poverty alleviation, then urban amenities, promotion of cultural activities, burials, burial grounds, electric crematorium. ഇതാ കേരളത്തിൽ ട്രിവാൻഡ്രത്തിലുണ്ട്. ശാന്തി കവാടം ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്ന? കോർപ്പറേഷനാണ്, സിറ്റി കോർപ്പറേഷനാണ്. അതുപോലെ കാറ്റിൽ ബോൺസ്, പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ്, പബ്ലിക് അമ്യൂണിറ്റീസ് ഇൻക്ലൂഡിങ് സ്ട്രീറ്റ് ലൈറ്റിങ്, പാർക്കിംഗ് ലോട്ട്സ്, ബസ് സ്റ്റോപ്സ്, പബ്ലിക് കൺവീനിയൻസസ്, റെഗുലേഷൻ ഓഫ് ദ സ്ലാട്ടർ ഹൗസസ്. ഇതുപോലെ ലോക്കലായിട്ടുള്ള 18 കാര്യങ്ങൾ സിറ്റി കോർപ്പറേഷനെ ഏൽപ്പിച്ചിരിക്കുകയാണ് നഗരപാലിക ആക്ട്. അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കത് ആവശ്യമെന്ന് തോന്നിയാലും എഴുതിയാൽ മതി. 243P ഡെഫിനിഷൻസ്. നമുക്ക് സിവിൽ സർവീസ് പരീക്ഷ ആയതുകൊണ്ട് ഒന്നും പ്രോഫസി നടത്താൻ പറ്റുകയില്ല. വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ്, വിച്ച് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, വിച്ച് ഈസ് ലെസ് ഇമ്പോർട്ടൻറ്റ് പറയാനേ പറ്റില്ല. ആരെ കൊണ്ടും പറയാൻ പറ്റും. ഇതെല്ലാം ചോദിക്കുമോ? ആരെ കൊണ്ട് പറയാൻ കഴിയും? ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴേ അറിയാം. ബിൽ ഗേറ്റ്സിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുമോ? സിവിൽ സർവീസ് പരീക്ഷയിൽ ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ ഇപ്പോഴത്തെ സാമ്പത്തിക നയത്തിൻ്റെ പേരെന്താണ്? വാട്ട് ഈസ് ദ പ്രസന്റ് ഇക്കണോമിക് പോളിസി ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സിൻസ് 1991? LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നയം ഒറ്റ വാചകത്തിൽ പറഞ്ഞ LPG. 91 നരസിംഹറാവ് പ്രൈം മിനിസ്റ്റർ, മൻമോഹൻ സിംഗ് ഫിനാൻസ് മിനിസ്റ്റർ പ്രഖ്യാപിച്ചു. അന്ന് വരെ സോഷ്യലിസം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യലിസം ആൻഡ് ക്യാപിറ്റലിസം? യു ആർ taught economics. Socialism means social ownership of the means of production. ഒരു രാജ്യത്തിലുള്ള ലാൻഡ് ഇൻഡസ്ട്രിയും സർക്കാർ അല്ലെങ്കിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ നിയന്ത്രണത്തിൽ വച്ചിരിക്കുക. അതിൻ്റെ ദെയർ ഓപ്പറേഷൻ ഫോർ ദ ജനറൽ ഇൻട്രസ്റ്റ് ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷൻ. അതാണ് സോഷ്യലിസം. ക്യാപിറ്റലിസം സ്റ്റാൻഡ്സ് ഫോർ എവരിത്തിങ് പ്രൈവറ്റ്. പ്രൈവറ്റ് ഓണർഷിപ്പ്, പ്രൈവറ്റ് പ്രോപ്പർട്ടി, പ്രൈവറ്റ് ട്രേഡ്, പ്രൈവറ്റ് പ്രോഫിറ്റ്, പ്രൈവറ്റ് എൻ്റർപ്രൈസ്. ഇതാണ് ക്യാപിറ്റലിസം. അമേരിക്ക ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ. ഇന്ത്യയിൽ അങ്ങനെ ഒരു എക്കോണമി 91 പ്രഖ്യാപിച്ചു. അതനുസരിച്ചാണ് ഇപ്പോഴും ഇതാ 2020 ആയാലും ദ സെയിം എക്കണോമിക് പോളിസി കണ്ടിന്യൂസ്. അപ്പോൾ എക്കണോമിക് പോളിസി അനുസരിച്ചാണ് രാജ്യത്തിൽ കൺട്രോൾ ഓവർ ദി ലാൻഡ് ആൻഡ് ഇൻഡസ്ട്രീസ്, പ്രൈവറ്റ് നേച്ചർ ഓഫ് ദ ഇൻഡസ്ട്രീസ്, ഇതെല്ലാം വരുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സാമ്പത്തിക നയത്തിൻ്റെ പേരാണ് LPG. ലിബറലൈസേഷന്, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ പാർട്ട് ഓഫ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. എവറിത്തിങ് പ്രൈവറ്റ്. ഇന്ത്യയിൽ നിങ്ങൾക്ക് അറിയാം വാട്ട് ഈസ് ഗോയിങ് ഓൺ നൗ ഇൻ ഇന്ത്യ. മാക്സിമം പ്രൈവറ്റൈസേഷൻ ഈസ് ഗോയിങ് ഓൺ. ദാറ്റ് ഈസ് ദെയർ. അത് ഈ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമാണ്. എനിവേ, ഓർഗനൈസേഷൻ ഓഫ് മുനിസിപ്പാലിറ്റീസ് 243Q. ഓർഗനൈസേഷൻ ഓഫ് മുനിസിപ്പാലിറ്റീസ്. 243R. കോമ്പോസിഷൻ ഓഫ് മുനിസിപ്പാലിറ്റീസ് ആൻഡ് മുനിസിപ്പൽ കോർപ്പറേഷൻസ്. മുനിസിപ്പാലിറ്റി എങ്ങനെ സ്ഥാപിക്കണം, കോർപ്പറേഷൻ എങ്ങനെ സ്ഥാപിക്കണം, ഇതെല്ലാം അവിടുത്തെ പ്രൊവിഷനിൽ പറയുക. 243S. കോമ്പോസിഷൻ ഓഫ് വാർഡ് കമ്മിറ്റീസ്. വാർഡ് കമ്മിറ്റി സാധാരണ മെട്രോ കോർപ്പറേഷനിൽ ഉള്ളതാണ്. നമ്മൾ കേരളത്തിലും അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ട്രിവാൻഡ്രം കോർപ്പറേഷന് റീജിയണൽ കോർപ്പറേഷന് ബോർഡ്സ് വെച്ചിട്ടുണ്ട്. 3 വാർഡുകളെ ചേർത്തുകൊണ്ട് ഒരു റീജിയണൽ ഓഫീസ്, 3ഓ 5ഓ, അത് സൗകര്യം പോലെ ആ കോർപ്പറേഷന് തോന്നുന്നത് പോലെ വയ്ക്കാം. സോ ദാറ്റ് ദ ലോക്കൽ പീപ്പിൾ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ റീജിയൻ ദേ കൻ അപ്രോച്ച് ദാറ്റ് ഓഫീസ് ഇൻസ്റ്റെഡ് ഓഫ് കമ്മിങ് ടു ദ ഹെഡ് ക്വാർട്ടേഴ്സ്. അങ്ങനെ ഒരു വാർഡ് കമ്മിറ്റി ഉണ്ട്. ദെൻ 243T. റിസർവേഷൻ ഓഫ് സീറ്റ്സ്. മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷനിൽ റിസർവേഷൻ ഉണ്ട്. 243U. ഡ്യൂറേഷൻ ഓഫ് മുനിസിപ്പാലിറ്റീസ് 5 കൊല്ലം. അതെല്ലാം നിങ്ങൾ അറിയുന്ന കാര്യം, കുറേയൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാനിതിൽ വെർബലായിട്ട് ഇവിടെ പറയാൻ കാരണം പരീക്ഷ പേപ്പറിൽ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ജനറലായിട്ട് അറിയുന്ന കാര്യം വേർഡ്സിൽ അങ്ങ് എഴുതി വെച്ചാലേ നമ്മുടെ ഓർമ്മയിൽ വരും. അതുകൊണ്ടാണ്. 243V. ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ്. അത് മിക്കവാറും അതുപോലെയാണ്. MLA മാർ, പഞ്ചായത്ത് മെമ്പർമാർക്കുള്ളത് ഇവിടെ ആപ്ലിക്കബിൾ.
243W, powers, authority and responsibilities of the municipalities. Powers, authority, what is the difference between power and authority? ഒരു ഹയർ ലെവൽ മെയിൻസിലുള്ള ക്വസ്റ്റ്യനാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിച്ചു. ഞാൻ നിങ്ങളുടെ സിലബസിനെ ഒന്ന് നേരത്തെ ഈവനിങ് ക്ലാസ്സിന് ഇത് ഞാൻ അവതരിപ്പിച്ചു. ഈ സിലബസിൽ തന്നിരിക്കുന്ന ക്യാപ്ഷൻ ഇതാണ്, ഹെഡ്ലൈൻ ഇതാണ്: ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, ഗവർണൻസ്, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇൻ്റർനാഷണൽ ലൈ. ഇതാണ് നിങ്ങളുടെ ടോപ്പിക്. വെറുതെ ഇന്ത്യൻ പോളിറ്റി മാത്രം ഞാൻ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ ക്ലാസ് അവിടെ എടുത്തപ്പോൾ ഫസ്റ്റ് ഈ വാചകത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തു. വാട്ട് യു മീൻ ബൈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ? മിനിമം ഭാഷയിൽ പറഞ്ഞാൽ പൊതുഭരണം മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. Whatever government does for the welfare of the people can be called public administration. ജനനന്മയ്ക്ക് വേണ്ടി സർക്കാർ എന്ത് ചെയ്താലും, എനി ആക്ടിവിറ്റി ഓഫ് ദ ഗവൺമെന്റ് മെന്റ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ, യു ക്യാൻ കാൾ ഇറ്റ് അഡ്മിനിസ്ട്രേഷൻ. പബ്ലിക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മീനിങ് സർക്കാർ, ഗവൺമെന്റ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷന് 3 ആംഗിളിൽ നമുക്ക് മനസ്സിലാക്കി വെച്ചോളൂ: ആസ് എൻ ആക്ടിവിറ്റി, ആസ് എ ഡിസിപ്ലിന്, ആസ് എ പ്രൊഫഷൻ. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത് കൊണ്ട് അവർ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കാതിരിക്കില്ല. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഡിസിപ്ലിന് മോഡേൺ ടൈംസിൽ രൂപപ്പെടുന്നത് 1887-ലാണ്. വുഡ്രോ വിൽസൺ എന്ന് പറയുന്ന അമേരിക്കൻ പ്രൊഫസർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് റൈറ്റിംഗ് എ ബുക്ക് കോൾഡ് ദ സ്റ്റഡി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, 1887. എവല്യൂഷൻ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇൻ ദ മോഡേൺ ടൈംസ്. പക്ഷെ ഫസ്റ്റ് ബുക്ക് ഓൺ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എഴുതിയത് കൗഡല്യ, അർത്ഥശാസ്ത്രം. 4th century BC. 4th century BC-യിൽ കൗഡല്യൻ എഴുതിയ അർത്ഥശാസ്ത്രമാണ് ആദ്യം എഴുതിയ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ബുക്ക്. എന്താണ് അതിൻ്റെ സെൻട്രൽ തീം? ഇന്ത്യൻ ഹിസ്റ്ററി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏൻഷ്യൻ്റ്, മോഡേൺ, മെഡീവൽ. ഏൻഷ്യൻ, മെഡീവൽ, അതിൻ്റെ മോഡേൺ. ഈ മൂന്നിലിരുന്നും ക്വസ്റ്റ്യൻ ചോദിക്കാം. വാസ്റ്റ് ഏരിയ ആണെങ്കിലും ഏൻഷ്യൻ ഇന്ത്യയിൽ ഇൻഡസ് വാലി സിവിലൈസേഷന് 5000 years ago on the banks of the river Indus. ഒരു ക്വസ്റ്റ്യൻ കിട്ടും. ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടാൻ വേണ്ടി യു വിൽ ഹാവ് ടു വർക്ക് ഫോർ 1 month. എങ്കിലേ ഒരു ക്വസ്റ്റ്യൻ കിട്ടും. ഇൻഡസ് റീജിയനിൽ, ഒരു പർട്ടിക്കുലർ റീജിയനിൽ, ദർ വാസ് ഗോയിങ് ആണ് ഇൻഡസ്ട്രിയൽ ട്രേഡ്. അവർ നടത്തിയ ട്രേഡിനെ കുറിച്ചോ, അവിടെ കിട്ടിയ സീലിനെ കുറിച്ചോ, അവിടുത്തെ ഗാർഡിനെ കുറിച്ചോ, ഗാഡസിനെ കുറിച്ചോ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ. അത് ഏൻഷ്യൻ്റ് ആവാം, മെഡീവൽ ആവാം. മുഗൾ പീരീഡിൽ താജ്മഹലിനെ കുറിച്ചോ, മോത്തി മസ്ജിദെ കുറിച്ചോ, ജൂമ മസ്ജിദെ കുറിച്ചോ ഒരു ക്വസ്റ്റ്യൻ അവിടെ വരാം. ബാബരി മസ്ജിദ് തകർത്തല്ലോ. ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ സറായു, അയോധ്യയിൽ ബാബരി മസ്ജിദ് പണിയുന്നത് ബാബർ പറഞ്ഞിട്ടാണോ? ബാബർ ഹാസ് നത്തിങ് ടു ഡു. ബാബർ നടത്തിയ 3 യുദ്ധങ്ങൾ, പർട്ടിക്കുലർലി ദ ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്, ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്, സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് കാണുന്ന ക്വസ്റ്റ്യനാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് ഇൻ ദ ഇയർ 1526. അത് കഴിഞ്ഞിട്ട് 2 യുദ്ധങ്ങൾ, ബാറ്റിൽ ഓഫ് ഗോഗ്ര, ബാറ്റിൽ ഓഫ് കൺവ. അതിനുശേഷം ദ ഫണ്ടമെന്റലിസ്റ്റ് വുഡ് ഹാവ് ഡിസൈഡഡ് ടു ക്രിയേറ്റ് എ മാസ്ക് അറ്റ് അയോധ്യ. ആയിരിക്കാം, വളരെ വ്യക്തമായിട്ടുള്ള രേഖകൾ ഇല്ലെങ്കിലും ചരിത്രം മനസ്സിലാക്കുന്നവർക്ക് ബാബറിന് അങ്ങനെ ഒരു താല്പര്യം ഉള്ളതായിട്ട് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ബുക്കിൽ പറയുന്നില്ല. ബാബർ എഴുതിയ ബുക്ക് തുസുക്കി ബാബരി, സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് മാച്ച് ദ ഫോളോയിങ്ങിൽ മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ. ഞാൻ ഇതെല്ലാം നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരാൻ കാരണം സിവിൽ സർവീസ് പരീക്ഷയുടെ ഒരു മറുവശമാണ് KAS. അത്ര ഈസി ആവില്ല. ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി അഫെയർ.
5 ലക്ഷത്തിലേറെ ആൾക്കാർ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് എല്ലാവരും റൈറ്റ് ആൻസർ എഴുതാനുള്ള ക്വസ്റ്റ്യന് ഒരിക്കലും അവർ ചോദിക്കില്ല. അത് വാല്യൂ ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ദാറ്റ് ഈസ് വൈ ദേ ആർ മിനിമൈസിങ് ദ നമ്പർ ഫോർ സെലക്ഷൻ ടു ദ മെയിൻസ്. അതുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവിടെ വരാം. എനിവേ വാട്ട് എവർ മേ ബി, ഇതെല്ലാം നിങ്ങൾ ഒരിക്കൽ മനസ്സിലാക്കിയിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഹെഡ്ലൈനിൽ വന്നപ്പോൾ എനിക്ക് തോന്നി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആസ് എ ഡിസിപ്ലിൻ ഒറിജിനേറ്റഡ് ഇൻ ദ ഇയർ 1880. 4 ചോയ്സ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ദ ഫാദർ ഓഫ് ദ ഡിസിപ്ലിൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് ചോദിക്കാറുണ്ട്. ഒരു ഡെഫിനിഷൻ ചോദിച്ചാൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മീൻസ് ദ എക്സിക്യൂട്ടീവ് സൈഡ് ഓഫ് ദ ഗവൺമെൻറ്. അങ്ങനെ ഒരു വിദഗ്ധൻ പറയും, എക്സിക്യൂട്ടീവ് സൈഡ് ഓഫ് ദ ഗവൺമെൻറ്. വാട്ട് യു മീൻ ബൈ എ ഗവൺമെൻറ്? കേരളത്തിൽ സർക്കാർ, ഇന്ത്യയിൽ സർക്കാർ, ആൾ ഓവർ ദ വേൾഡിൽ സർക്കാരുണ്ട്. സർക്കാരില്ലാത്ത ഒരു രാജ്യമില്ല. ഈവൻ എസ്കിമോസിന് സർക്കാരുണ്ട്. ഗവൺമെന്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് 3 ആക്ടിവിറ്റീസ്: to make law, to execute that law and to punish those who violate the law. ഇതാണ് സർക്കാർ. നിയമം നിർമ്മിക്കുക, നിയമം നടപ്പാക്കുക, നിയമലംഘനം ശിക്ഷിക്കുക. അതിന് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഇത് 3 ചേർന്ന സർക്കാർ. Public administration, the day-to-day activities carried on by the governmental machinery composed of civil servants. ബ്യൂറോക്രസി, ഉദ്യോഗ വൃന്ദം. ബ്യൂറോക്രസി മൗര്യൻ പീരീഡിൽ ഉണ്ടോ? ഉണ്ട്. ഗുപ്ത പീരീഡിലും ഉണ്ടായിരുന്നു, ഡൽഹി സുൽത്താനേറ്റിലും ഉണ്ടായിരുന്നു, മുഗൾ പീരീഡ് ഉണ്ട്, ബ്രിട്ടീഷ് പീരീഡ് ഉണ്ട്, ഇതായിപ്പോഴും ഉണ്ട്. ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ ദ സ്ട്രക്ചർ, അറേഞ്ച്മെന്റ് ഓഫ് ഒഫീഷ്യൽസ് ഒൺ അബൌവ് ദി അതർ. ദ സുപ്പീരിയർ കമാൻഡിങ്, ദ സബോർഡിനേറ്റ് ഇംപ്ലിമെന്റിങ്. ഇതിനെയാണ് ഇവിടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നൊരു വാചകം പറയുന്നത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഞാൻ ചോദിക്കാം, വാട്ട് ഈസ് മെന്റ് ബൈ ഇന്ത്യൻ എക്സിക്യൂട്ടീവ്? കേന്ദ്ര സർക്കാരുടെ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താ? നോർമലി പ്രസിഡന്റ് നമ്മൾ പറയും. ഭരണഘടനയിൽ ആർട്ടിക്കിൾ 52 പ്രൊവൈഡ്സ് ഫോർ ദ ഓഫീസ് ഓഫ് ദ പ്രസിഡന്റ് ആസ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. ആ എക്സിക്യൂട്ടീവ് ഈസ് ഡിവിസിബിൾ ഇൻ ടു 2 പാർട്സ്. ഇന്ത്യൻ എക്സിക്യൂട്ടീവ് 2 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൻ്റെ ടോപ്പിലുള്ളത് പൊളിറ്റിക്കൽ, ബിലോ വിച്ച് സിവിൽ സർവീസ്. ഇന്ത്യൻ എക്സിക്യൂട്ടീവിയുടെ പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, അതർ മിനിസ്റ്റേഴ്സ് കാൾഡ് പൊളിറ്റിക്കൽ പാർട്ട്. സിവിൽ സർവീസ് അതിൻ്റെ താഴെ വരുന്ന ഭാഗമാണ്. അവരുടെ ഡ്യൂട്ടി, വാട്ട് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ മിനിസ്റ്റേഴ്സ്, വാട്ട് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ സിവിൽ സർവൻസ്. മിനിസ്റ്റേഴ്സ് ആർ ചാർജ്ഡ് വിത്ത് ഡിസിഷൻ മേക്കിംഗ്. Executive civil service is charged with the execution of such policies. നിയമം നിർമ്മിക്കുക, നയം രൂപീകരിക്കുക, പൊളിറ്റിക്കൽ പാർട്ട്. നയം നടപ്പാക്കുക, നിയമം നടപ്പാക്കുക സിവിൽ സർവീസിന്റെ ഭാഗം. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഔട്ട്വേർഡ്ലി 2 ഒന്നുപോലെ തോന്നും. പോളിറ്റിക്സും പബ്ലിക് അഡ്മിനിസ്ട്രേഷനും ഒന്നാണോ? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നൊരു വാചകം വന്നതുകൊണ്ട് ആ പോയിന്റ് ഞാൻ പറയണം. പരീക്ഷ പേപ്പർ എടുക്കുമ്പോൾ എക്സാമിനർക്ക് തോന്നുന്നു ഇവിടുത്തെ ഹെഡ്ലൈൻ വെച്ചുകൊണ്ട് ഇതാ ഒരു പുതിയ വാചകം, ഗവർണൻസ്. വാട്ട് യു മീൻ ബൈ ഗവർണൻസ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗവൺമെന്റ് ആൻഡ് ഗവർണൻസ്? ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ, ലെജിസ്ലേച്ചർ ആർ പാർലമെന്റ്, എക്സിക്യൂട്ടീവ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, ജുഡീഷ്യറി, സുപ്രീം കോർട്ട് ആർ ഹൈക്കോർട്ട്, വാട്ട് എവർ മേ ബി. അത് 3 ചേർന്നാൽ നമുക്ക് വിളിക്കാൻ, ഗവൺമെന്റ് എന്ന് വിളിക്കാൻ ഒരു സംശയവുമില്ല. രാജവാഴ്ചയിൽ രാജാവ് തന്നെ ഗവൺമെന്റ്. When Marthandavarma was the ruler of Travancore, he was the government. Whatever he says was law. Whatever he declares the policy. അത് രാജവാഴ്ചയിൽ അങ്ങനെയാണ്. പക്ഷെ പാർലമെന്ററി ഡെമോക്രസി വന്നു കഴിഞ്ഞാൽ, ഇലക്ഷൻ പ്രിൻസിപ്പിൾ വരുമ്പോൾ അവിടെ ഒരു ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് വരാം, റിയൽ എക്സിക്യൂട്ടീവ് വരാം. ഇവരെ സഹായിക്കാൻ ധാരാളം ഉദ്യോഗസ്ഥന്മാർ. കേന്ദ്ര സർക്കാരിൽ എത്ര ഉദ്യോഗസ്ഥന്മാർ കാണും? 50 ലക്ഷത്തിലേറെ ഉദ്യോഗസ്ഥന്മാർ കേന്ദ്ര സർക്കാരിൽ മാത്രമുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ more than 5 lakhs ഗവൺമെന്റ് എംപ്ലോയീസ്. ഓൾ ഓവർ ഇന്ത്യ നോക്കിയാൽ, around the country, all the state government നോക്കിയാൽ more than 1 crore of government employees.
എന്താണ് അവരുടെ ജോലി? വാട്ട് ഈസ് ദ ജോബ് ഓഫ് ദി ഗവൺമെന്റ് എംപ്ലോയീസ്? ടു എക്സിക്യൂട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ദ ലോസ് ആൻഡ് ദ പോളിസീസ് ഓഫ് ദ ഗവൺമെന്റ്. അതിനെല്ലാം ചേർത്തിട്ടുള്ള വാചകമാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ എക്സാമ്പിൾ, അടുത്തിരിക്കുന്ന കോസ്മോപോളിറ്റൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ എക്സാമ്പിൾ. രണ്ട്. വാട്ട് ഈസ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ? ഇവിടെ വന്നപ്പോൾ വാട്ട് ഈസ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ? Public administration is carried out by government officials by spending the revenues given by the people's money. Political accountability, public accountability ഉള്ളതാണ് സർക്കാരിൻ്റെ പ്രവർത്തന ശൈലി. ആൻസറബിൾ ടു ദ പീപ്പിൾ. അവിടെ ഇലക്ഷൻ പ്രിൻസിപ്പിൾ ഉണ്ടായിരിക്കും, പോപ്പുലർ കൺട്രോൾ ഉണ്ടായിരിക്കും. പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനിൽ അങ്ങനെ വേണമെന്നില്ല. അതിനെ ഒറ്റ ഭാഷയിൽ ഇങ്ങനെ പറയാം: public administration is motivated by the sense of service to the people. Private administration is motivated primarily by profit. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം. ആക്ടിവിറ്റി ഒന്നായിരിക്കും. കോസ്മോപോളിറ്റൻ ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ നേഴ്സന്മാർ, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ നേഴ്സന്മാർ, രണ്ടുപേരും ഹെൽത്ത് കെയർ തന്നെ. പക്ഷേ ദർ ഹാസ് ബീൻ എ ഡിഫറൻസ് ഇൻ ദ പർപ്പസ്, ഗോള്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കി വയ്ക്കാം. ഞാനത് ഹെഡ്ലൈൻ ഒന്ന് വ്യാഖ്യാനിക്കണമെന്ന് വിചാരിച്ചു. അത് ഈ പഞ്ചായത്ത് രാജ് ഫിനിഷ് ചെയ്തിട്ട് ആ ഹെഡ്ലൈൻ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്?